അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിലൊന്ന് തലോടി. ഐഷുവും സണ്ണിയും അവരുടെ സന്തോഷം കണ്ട് ചിരിച്ചു. എന്നാൽ അലക്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത വേദനയായിരുന്നു. അന്നത്തെ ദിവസവും അലക്സ് പാത്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് ഉറങ്ങിയത്. അവളും അവൻ്റെ ചൂടിലും സാന്നിധ്യത്തിലും ലോകം പോലും മറന്ന് ഉറങ്ങിയിരുന്നു. എന്നാൽ ഇപ്പുറത്ത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൻ വാശിയോടെ അത് തുടച്ചു കളഞ്ഞു. സായ, എന്തിനാ പെണ്ണെ എന്നോടിങ്ങനെ വാശി കാണിക്കുന്നേ? ഒരുപാട് ഇഷ്ടമാടി എനിക്ക്. എന്നെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ നിനക്ക്? അവൻ സ്വയം പറഞ്ഞു. കുറച്ചു നിമിഷം കഴിഞ്ഞതും എന്തോ ഉറപ്പിച്ചതുപോലെ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അവൻ അവളുടെ കവളിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവൾ ഞെട്ടി അവനെ നോക്കി. എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടുകളിൽ മാത്രം ഒതുങ്ങി നിന്നു. അവൻ എന്താ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നതിന് മുൻപേ തന്നെ അവൻ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കിയിരുന്നു. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവൾ അവനെ എതിർക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൾ എതിർക്കുന്ന അതേ ശക്തിയോടെ അവൻ അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവളുടെ കയ്യിലിരുന്ന ഐസ്ക്രീം ഞെരിഞ്ഞമർന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കൈകൾ യൂണിഫോമിൽ അമർത്തിപ്പിടിച്ചു. അവൻ്റെ ചൂട് ചുംബനത്തോടൊപ്പം അവളുടെ കണ്ണുനീർ തുള്ളികളും കൂടെ അലിഞ്ഞു ചേർന്നതും അവൻ കണ്ണുകളെ വലിച്ചു തുറന്നുകൊണ്ട് അവളെ സ്വതന്ത്രയാക്കി. അവൾ സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. എങ്ങനെയോ ലൈറ്റ് ഇട്ടുകൊണ്ട് ശ്വാസമെടുത്തു. പിന്നെ ജഗ്ഗിൽ നിന്നും വെള്ളമെടുത്ത് വായിലേക്ക് കമഴ്ത്തി. അതൊരു സ്വപ്നം മാത്രമായിരുന്നുവെന്ന് വിശ്വസിക്കാൻ അവൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. കാലൻ സ്വപ്നത്തിൽ പോലും വെറുതെ വിടില്ല, തെണ്ടി. അവൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ചുണ്ട് അമർത്തി തുടച്ചു. പിന്നെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മുഖം വരെ പുതപ്പിട്ട് മൂടിക്കിടന്നു. പിറ്റേന്ന്, എടി സായേ, വല്ലതും നടക്കുവോ? നീ ഒന്ന് പറയ്, ഒരു പെൺകുട്ടി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഈ സായ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും മോളെ മീനാക്ഷി. അവൾ ആ പെൺകുട്ടിയുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് സായയുടെ കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ടാണ് മീനാക്ഷി. ഒരു വലിയ പണക്കാരൻ്റെ മകളാണ് മീനാക്ഷി. സായയ്ക്ക് കോളേജിൽ വന്നപ്പോൾ കിട്ടിയ ആദ്യത്തെ കൂട്ട്. ഒരേ മൈൻഡൊക്കെ ആയതുകൊണ്ടാകണം അവർ പെട്ടെന്ന് തന്നെ സെറ്റായിരുന്നു. വാ, ഇപ്പോൾ വാ, വർക്കിസാർ കയറി കാണും. മീനാക്ഷി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അങ്കിളാണോ നെസ്റ്റവർ? എനിക്ക് സാരമില്ല. സായ ചിരിച്ചു. ഓ, അത് ശരിയാണല്ലോ, നിങ്ങൾ തമ്മിൽ ഭയങ്കര കണക്ഷൻ അല്ലേ? സത്യം പറയടി, അയാളുടെ മോനെ വളച്ചെടുക്കാനുള്ള പരിപാടിയല്ലേ നിനക്ക്? മീനാക്ഷി കപട ദേഷ്യത്തോട് ചോദിച്ചു. ആരെ? സ്റ്റാലിച്ചായനെയോ? ഒന്ന് പോടി. മനസ്സിലാകുന്നുണ്ട്. എന്ത്? പോ പെണ്ണെ, അങ്ങനെയൊന്നുമില്ല. അങ്കിളിന് പെൺപിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. എനിക്കും അതുപോലെ തന്നെയുണ്ട്, അല്ലാതൊന്നുമില്ല. നീ ഒന്ന് വന്നേ. സായ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ചിരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു. പിള്ളേർ രണ്ടുപേരും ചിരിച്ചും കളിച്ചും ക്ലാസ്സിനടുത്തെത്തി. സാധാരണ വർക്കിസാർ ഭയങ്കര ഫ്രീ ആയതുകൊണ്ട് ക്ലാസ് എപ്പോഴും ചിരിയും വർത്തമാനവും ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് പതിവില്ലാതെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. എടി, പുതിയ സാറാണെന്ന് തോന്നുന്നല്ലോ, മീനാക്ഷി അകത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പുറംതിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മുഖം കാണാൻ അവർക്ക് പറ്റുന്നില്ലായിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ പേടിച്ചരണ്ടിരിക്കുകയാണ്. എന്നാൽ ചില പെൺകുട്ടികളുടെ മുഖത്ത് എന്തോ ഒരു കുളിര് പോലെയായിരുന്നു. പെൺകുട്ടികൾക്ക് മുഖത്ത് പേടിയുണ്ടെങ്കിലും കണ്ണുകൾ അവൻ്റെ മുഖത്ത് തന്നെയായിരുന്നു. ഒരു ബ്ലാക്ക് കളർ ജീൻസും ആഷ് കളർ ഷർട്ടുമാണ് വേഷം. ഷർട്ട് ഇൻഷർട്ട് ചെയ്തിരിക്കുകയാണ്. തിരിഞ്ഞു നിന്ന് പെൺകുട്ടികളുടെ സൈഡിലേക്ക് നോക്കി അവരോട് ദേഷ്യപ്പെടുകയാണ്. രണ്ട് പെൺകുട്ടികൾ എഴുന്നേറ്റ് അവനെ പേടിയോടെ നോക്കുന്നുണ്ട്. അവൻ കൈ ചൂണ്ടി അവരോട് എന്തൊക്കെയോ ദേഷ്യത്തോടെ പറയുകയാണ്. എടി, കലിപ്പനാണെന്ന് തോന്നുന്നു, മീനാക്ഷി പേടിയോടെ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു. സായയുടെ ഭാഗത്തു നിന്നും ഒന്നും കേൾക്കാഞ്ഞതുകൊണ്ട് അവൾ സായയെ ഒന്ന് നോക്കി. എന്നെ അല്ലാതെ വല്ലവന്മാരെയും പ്രേമിച്ചെന്ന് ഞാൻ അറിഞ്ഞ കോളേജിൽ കയറി അടിക്കും ഞാൻ. അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതിൽ മുഴുകിക്കേട്ടു. സായേ, ഡി, എന്താടി? നിന്റെ കോളേജല്ലേ ഇത്? ഇവിടെ പുതിയ സാറിനെ എടുത്തത് നീ അറിഞ്ഞില്ലേ? ഇയാളെ നിനക്ക് അറിയുമോ? അവൾ സായയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവളൊന്ന് മൂളി. ആരാ ഇത്? മീനാക്ഷി സംശയത്തോട് ചോദിച്ചു. ഡേവിഡ് ഡാനിയൽ കുരിശിങ്കൽ. അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ അവരെ തിരിഞ്ഞു നോക്കിയതും ഒന്നിച്ചായിരുന്നു. എന്തു വേണം? അവൻ അവരുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. അത് ക്ലാസ്സിൽ കയറാൻ, മീനാക്ഷി പേടിയോടെ പറഞ്ഞു. സായ അപ്പോഴും ഞെട്ടി നിൽക്കുകയായിരുന്നു. അവളുടെ കൈയും കാലും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങി. അവനെ വെല്ലുവിളിച്ചതൊക്കെ വാശിക്കാണെങ്കിലും അവൻ കോളേജിൽ വരുമെന്ന് ഒരിക്കൽ പോലും അവൾ കരുതിയിരുന്നില്ല. ഡേവിഡ് അങ്കിൾ എപ്പോഴും കോളേജിൽ പഠിപ്പിക്കാൻ ചെല്ലണമെന്ന് പറയുമ്പോഴും ടീച്ചിങ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൻ വരില്ലായിരുന്നു. ആ ധൈര്യത്തിലാണ് താൻ വെല്ലുവിളിച്ചത്. എല്ലാം കൂടി ഓർത്തപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. ഈ ക്ലാസ്സിലാണോ? അവൻ കൈകൾ മാറിൽ കെട്ടി ചോദിച്ചു. അതെ സാർ. മീനാക്ഷി അവൻ്റെ മുഖം കണ്ട് ചെറിയ പേടിയോടെ പറഞ്ഞു. സമയം എത്രയായി? അവൻ പുരുകം പൊക്കി ചോദിച്ചു. മീനാക്ഷി വാച്ച് എടുത്തിട്ടില്ലായിരുന്നു. അവൻ ചോദിച്ചിട്ടും സായ ഒന്നും മിണ്ടാഞ്ഞതും മീനാക്ഷി അവളുടെ കൈ പിടിച്ച് വാച്ചിലേക്ക് നോക്കി. 10:15. ക്ലാസ് എത്ര മണിക്കാണ് സ്റ്റാർട്ടാവുന്നത്? അത് 10 മണിക്ക്. എന്നിട്ട് ഇത്രയും നേരം ചാച്ചിമാർ എവിടെയായിരുന്നു?
അവൻ കളിയാക്കി ചോദിച്ചതും ക്ലാസ് മുഴുവൻ ചിരിക്കാൻ തുടങ്ങി. ഡേവി ദേഷ്യത്തോടെ ഒന്ന് നോക്കിയതും ക്ലാസ് പെട്ടെന്ന് സൈലൻ്റായി. സായ കൈകൾ ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു. സായ എന്താ ഒന്നും മിണ്ടാത്തതെന്നുള്ള സംശയമായിരുന്നു കുട്ടികൾക്ക്. ടീച്ചേഴ്സിൻ്റെ ഓമന പുത്രിയാണവൾ. കോളേജ് അവളുടേതാണെന്ന് എല്ലാവർക്കും അറിയാം. കുട്ടികൾക്കൊക്കെ അവളെ ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ സായ ചിരിച്ചുകൊണ്ട് ടീച്ചേഴ്സിനെയും സാറുമാരെയും മണിയടിക്കും. അവരതിൽ വീഴുകയും ചെയ്തു. പക്ഷേ ഇന്ന് അവൾ തീർത്തും സൈലൻ്റ് ആയിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ, ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് അവൻ വീണ്ടും ദേഷ്യത്തോട് ചോദിച്ചു. ക്യാൻറ്റീനിൽ പോയി. എന്താ, വീട്ടിൽ നിന്നൊന്നും തന്നില്ലേ? വന്ന ഉടനെ അവിടെ പോയിരിക്കാൻ അവൻ വീണ്ടും ചോദിച്ചു. അങ്ങനെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നവർ ക്യാൻറ്റീനിൽ പോകരുതെന്ന് നിയമം വല്ലതും ഉണ്ടോ? പിന്നെ അത് കാണാനാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അത്രയും നേരം മിണ്ടാതെ ഇരുന്ന അവൾ മീനാക്ഷിയോട് പതിയെ പറഞ്ഞു. എന്തേലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം, അല്ലാതെ പണ്ടത്തെ അമ്മച്ചിമാരുടെ കണക്ക് പെറുപിറുക്കാൻ നിൽക്കരുത്. അവൻ മീനാക്ഷിയുടെ നേരെ കൈ ചൂണ്ടി. മീനാക്ഷിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു എന്ന മട്ടിൽ അവനെ നോക്കി. എന്തായാലും കറങ്ങാൻ പോയതല്ലേ, ഇന്നിനി ക്ലാസ്സിൽ കയറണ്ട, പൊക്കോ, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. വാടി. സായ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങി. സായ, എടി വേണ്ട, ആരേലും കണ്ട വീട്ടിൽ അമ്മയോട് പറയൂടി. നിനക്കറിയാലോ അമ്മ എന്നെ വഴക്ക് പറയും. പ്ലീസ് ഡി, ഇങ്ങരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും നമുക്ക് ക്ലാസ്സിൽ കയറാം. പ്ലീസ് സായ, നീ പറഞ്ഞാൽ ഇയാൾ കേൾക്കൂടി, ഒന്ന് പറയടി. മീനാക്ഷി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തേ പോകുന്നില്ലേ? അവൻ കൈകൾ മാറിൽ കെട്ടി ചോദിച്ചു. സോറി സർ, ഇനി ആവർത്തിക്കില്ല, പ്ലീസ്, ഞങ്ങൾ ക്ലാസ്സിൽ കയറിക്കോട്ടെ. ശരി, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. അവൻ പറഞ്ഞതും എല്ലാവരും അതെന്താണെന്നുള്ള രീതിയിൽ അവനെ നോക്കി. ഇനി താമസിച്ച് വരില്ല എന്ന് 100 തവണ എംബോസിഷൻ എഴുതി ഈ ഹവർ തീരുന്നതിന് മുൻപ് എന്നെ കാണിക്കണം. ഇല്ലെങ്കിൽ ഈ ആഴ്ച ഫുള്ള് നിങ്ങളെൻ്റെ ക്ലാസ്സിന് പുറത്തായിരിക്കും. പറ്റില്ല. മീനാക്ഷി പറയാൻ തുടങ്ങിയതും സായ ദേഷ്യത്തോടെ പറഞ്ഞു. പറ്റില്ലെങ്കിൽ വേണ്ട, അവനും പറഞ്ഞു. സായ പ്ലീസ്, മീനാക്ഷി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് വേണമെങ്കിൽ നീ എഴുതിക്കോ, എനിക്ക് സൗകര്യമില്ല, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ എഴുതിക്കോളാം സർ, മീനാക്ഷി അവനെ നോക്കി പറഞ്ഞു. ഓക്കെ, എങ്കിൽ താൻ കയറിക്കോ. അവൻ പറഞ്ഞത് മീനാക്ഷി സായയെ ഒന്ന് നോക്കിയിട്ട് ക്ലാസ്സിലേക്ക് കയറി. അവൻ സായയെ പുച്ഛിച്ചിട്ട് ക്ലാസ്സിലേക്ക് നടന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എന്നെപ്പറ്റി ഏകദേശം മനസ്സിലായി കാണുമല്ലോ അല്ലേ? എനിക്ക് 2 കാര്യങ്ങൾ ഇഷ്ടമല്ല. 1, ഞാൻ സംസാരിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കരുത്. 2, ഞാൻ വരുന്നതിന് മുൻപ് എല്ലാവരും ക്ലാസ്സിൽ കയറിയിരിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ നിൽക്കേണ്ടി വരും, അതിനി ആരായാലും. അവൻ പുറത്ത് നിൽക്കുന്ന സായയെ ദേഷ്യത്തോടെ നോക്കിയിട്ട് പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നും അവൻ കാരണം മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിച്ച് മാത്രമേ നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. അവൾക്ക് ദേഷ്യവും വിഷമവും ഒക്കെ വന്നു. അവൾ കണ്ണുനീർ വാശിയോടെ തുടച്ചു കളഞ്ഞിട്ട് ഭിത്തിയിലേക്ക് ചാഞ്ഞു നിന്നു. അവനെ പേടിയോടെയായിരുന്നു ക്ലാസ്സിലെ കുട്ടികൾ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആൺപിള്ളേരുൾപ്പെടെ എല്ലാവരും അലമ്പൊന്നും ഉണ്ടാക്കാതെ അവനെ ശ്രദ്ധിച്ചു. എന്നാൽ ആ ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ ഒന്നു മാത്രമാണ് ചിന്തിച്ചത്, സായയ്ക്ക് എന്തു പറ്റി എന്നുള്ള ചോദ്യം. ആ ഹവർ കഴിഞ്ഞതും മീനാക്ഷി അവനെ എംബോസിഷൻ എഴുതി കാണിച്ചു. അവൻ അതൊന്ന് നോക്കിയിട്ട് പുറത്തേക്കിറങ്ങി. സായയുടെ അടുത്തെത്തിയതും അവൻ നിന്നു. പിന്നെ തിരിഞ്ഞവളെ നോക്കി. അവളും ദേഷ്യത്തോടെ അവനെ നോക്കി. അവൻ അവളെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് ഇറങ്ങിപ്പോയി. ക്ലാസ്സിലേക്ക് കയറിയ അവൾ ആരെയും നോക്കാതെ മീനാക്ഷിയുടെ അടുത്ത് പോയിരുന്നു. സായ, എന്നോട് ദേഷ്യമാണോടി? അവൾ സായയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ലടി, എനിക്കെന്തിനാ ദേഷ്യം? അങ്ങനെയൊന്നുമില്ല. പിന്നെ നിന്റെ കണ്ണുകൾ എന്താ നിറഞ്ഞിരിക്കുന്നത്? ഒന്നുമില്ലടി, അവൾ പറഞ്ഞുകൊണ്ട് ബെഞ്ചിലേക്ക് തലവെച്ച് കമഴ്ന്നു കിടന്നു. കുട്ടികളെല്ലാം അവളെ നോക്കി. അവളെ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ കാണുന്നത്. പിന്നെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് വന്നതൊന്നും സായ അറിഞ്ഞില്ല. അവരൊക്കെ ചോദിച്ചെങ്കിലും മീനാക്ഷി അവൾക്ക് തലവേദനയാണെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക്, മീനാക്ഷി, ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ, എനിക്കൊരു മൂഡില്ല. ഇപ്പോഴോ? നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരാം. വേണ്ട, ഞാൻ അവനോട് പറഞ്ഞോളാം എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ. ഞാൻ പോകുക കേട്ടോ, അവൾ പറഞ്ഞുകൊണ്ടിറങ്ങി. അവരുടെ ക്ലാസ്സിൻ്റെ താഴത്തെ നിലയിലെ ഒരു ക്ലാസ്സിലേക്ക് അവൾ നടന്നു. സർ, അജിത്ത്, അവൾ ക്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ട് സാറിനോട് പറഞ്ഞു. സുന്ദരനായ ഒരു പയ്യൻ ക്ലാസ്സിൽ നിന്നും എഴുന്നേറ്റു. മീനാക്ഷിയെപ്പോലെ തന്നെ സായയുടെ മറ്റൊരു ഫ്രണ്ടായിരുന്നു അജിത്ത്. അജിത്ത് പാവപ്പെട്ട വീട്ടിലെ ഒരു പയ്യനാണ്. അവൻ അവരുടെ ഡിപ്പാർട്ട്മെൻ്റ് അല്ലായിരുന്നു. സർ, അജിത്തിനെ ഒന്നും വിടാവോ? എനിക്ക് വീട്ടിൽ പോകാനാ, അവൾ പറഞ്ഞതും അയാൾ അവനോട് പൊയ്ക്കോളാൻ പറഞ്ഞു. എന്താടി, എന്തു പറ്റി? മുഖമൊക്കെ ആകെ വല്ലാതിരിക്കുന്നല്ലോ. ഒന്നുമില്ലടാ, ഭയങ്കര തലവേദന, എന്നെ ഒന്ന് വീട്ടിലേക്ക് വിടാവോ? ശരി, വാ. അവൻ പോക്കറ്റിൽ നിന്നും ബൈക്കിൻ്റെ ചാവിയും എടുത്ത് ബൈക്ക് വെച്ചിരിക്കുന്ന ഇടത്തേക്ക് നടന്നു. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. സായ, അവൾ അവൻ്റെ പുറകിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ദേഷ്യത്തോടെയുള്ള അവൻ്റെ വിളി പുറകിൽ നിന്നും കേട്ടത്. അവർ മുന്നിലേക്ക് നോക്കിയതും കാറിലിരിക്കുന്ന ഡേവിയാണ് കണ്ടത്. അവൻ കാറിൽ നിന്നും ഇറങ്ങി അവരുടെ അടുത്തേക്ക് നടന്നു. നീ എവിടെ പോകുക?
അവൻ ദേഷ്യത്തോട് ചോദിച്ചു. ഞാൻ എവിടെ പോയാലും നിങ്ങൾക്കെന്താ? അവളും തിരികെ ചോദിച്ചു. സായ. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. കയ്യിൽ നിന്ന് വിടടോ. എനിക്ക് ഇഷ്ടമുള്ള ആളിൻ്റെ കൂടെ ഇഷ്ടമുള്ളിടത്ത് ഞാൻ പോകും. അതൊന്നും ചോദിക്കാൻ താൻ വരണ്ട. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഡേവിഡ് ഡാനിയൽ കുരിശിങ്ങളുടെ ഭരണമൊക്കെ വീട്ടിലെ പെങ്ങന്മാരോട് മതി. എൻ്റെ അടുത്ത് വേണ്ട. എൻ്റെ കാര്യങ്ങൾ നോക്കാനും എന്നെ ഭരിക്കാനും എൻ്റെ ആങ്ങളമാരുണ്ട്. കേട്ടല്ലോ? അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നിനക്കിപ്പോൾ ക്ലാസ്സില്ലേ? അതിന് മറുപടി പറയാതെ അവൻ അജിത്തിനെ നോക്കി ചോദിച്ചു. ഉണ്ട് സർ. സായ കൊണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരിടത്തേക്കാണ് പോകുന്നത്. ഞാൻ കൊണ്ടുപോയിക്കോളാം ഇവളെ. അവൻ അജിത്തിനെ നോക്കി പറഞ്ഞതും അജിത്ത് തലയാട്ടി. നിന്നെ ഞാനാ വിളിച്ചുകൊണ്ട് വന്നത്. എനിക്കറിയാം ആരുടെ കൂടെ പോകണമെന്ന്. നീ വണ്ടി എടുക്ക്. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ പുറകിൽ കയറി. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ദേവി അവൻ്റെ ബൈക്കിൽ നിന്നും ചാവി ഊരിയെടുത്തു. അവൾ ദേഷ്യത്തോടെ അവൻ്റെ ബൈക്കിൽ നിന്നും ചാടി ഇറങ്ങി ദേവിയുടെ ഷർട്ടിൽ കയറി പിടിച്ചു. തനിക്ക് എന്താ വേണ്ടത്? എന്താ വേണ്ടേന്ന് അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് ചോദിച്ചു. നീ എൻ്റെ കൂടെ വരണം. പറ്റില്ല. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. എങ്കിൽ നീ ഇവൻ്റെ കൂടെയും പോകില്ല. അവനും വാശിയോടെ പറഞ്ഞു. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. എനിക്ക് ആരുടെ സഹായം വേണ്ട. അവൾ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് നടന്നു. ദേവി അവന് ചാവി തിരിച്ചു കൊടുത്തു. അവൻ ദയനീയമായി അവൾ പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. താൻ ക്ലാസ്സിലേക്ക് പോയിക്കോ, ദേവി അവനെ നോക്കി പറഞ്ഞു. സായ. അവൻ വിഷമത്തോടെ പറഞ്ഞു. അവളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ തലയാട്ടിക്കൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു. അവൻ അജിത്തിനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് കാറിലേക്ക് കയറി. അവൾ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്നപ്പോഴാണ് അവൻ കാറ് കൊണ്ടുവന്ന് നിർത്തിയത്. അവൻ കാറിൽ നിന്നും ഇറങ്ങി അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ വന്നു നിന്നത് അറിഞ്ഞിട്ടും അവൾ മൈൻഡ് ചെയ്യാതെ നിൽക്കുകയായിരുന്നു. വന്ന് വണ്ടി കയറി സായ. അവൻ പറഞ്ഞത് കേട്ടിട്ടും അവൾ ബസ് നോക്കി നിന്നു. സായ, നിന്നോടാ പറഞ്ഞത് വന്ന് വണ്ടി കയറാൻ. എനിക്കറിയാം വീട്ടിൽ പോകാൻ. എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട. നിനക്ക് അവൻ്റെ കൂടെ പോകാൻ വയ്യാത്തതിൻ്റെ ആണോടി? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. തൻ്റെ കുരിശിങ്കൽ തറവാടല്ല ഇത്. അവൾ കൈ ചൂണ്ടി ദേഷ്യത്തോടെ കണ്ണുകൾ നിറച്ചു പറഞ്ഞു. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. നീ പറഞ്ഞതാ എനിക്കും പറയാനുള്ളത്. ഇത് കുരിശിങ്കൽ തറവാടല്ല, പൊതുവഴിയാ. പിന്നെ എൻ്റെ പേര് ഡേവിഡ് ഡാനിയൽ എന്നാ. വെറുതെ എന്നെക്കൊണ്ട് തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യിക്കരുത്. മര്യാദയ്ക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്കാം. അതല്ലെങ്കിൽ അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. വന്ന് വണ്ടി കയറി. അവൻ പറഞ്ഞുകൊണ്ട് ബലമായി അവളെ കാറിലേക്ക് കയറ്റി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ എന്നെ വാശി പിടിപ്പിക്കരുതെന്ന്. നീ എന്തിനാടി എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? നിന്നെ ഞാൻ കിസ്സല്ലേ ചെയ്തുള്ളൂ, അല്ലാതെ വേറൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ ഞാൻ കാരണം നീ നല്ലതുപോലെ പഠിച്ചൊരു വിഷയം പോയി. അതത്ര വലിയൊരു നഷ്ടമാണോ? ഇനിയൊരു പക്ഷെ ആണെങ്കിൽ തന്നെ അതിന് ഞാൻ സോറിയും ചോദിച്ചു കഴിഞ്ഞു. പിന്നെ എന്തിനാടി എന്നോട് ഇത്ര ദേഷ്യം? അവനും കാറിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങളോട് എനിക്ക് വെറുപ്പാ. സായ. അവൻ ദേഷ്യത്തോടെ വിളിച്ചു. വീട്ടിൽ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് പോരാഞ്ഞിട്ടാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അവൾ കണ്ണുകൾ നിറച്ച് ചോദിച്ചു. അതിനവൻ ചിരിച്ചു. അവൻ ചിരിക്കുന്നത് കണ്ടതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. അവൻ ഒന്നും മിണ്ടാതെ കാറെടുത്തു.